എട്ട് നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ, നമുക്ക് പള്ളിയിലെ ഒരു കഥ കേട്ടാലോ? മണർക്കാട് പള്ളിയുടെ മുൻപിൽ നിൽക്കുന്ന ശിലാകുരിശ്. പള്ളിയുടെ പ്രായം പോലെ പഴക്കമേറിയതാണ് ഈ വിശുദ്ധ കുരിശ്. വർഷങ്ങൾക്ക് മുമ്പ് കുരിശു പണിയുന്നതിനായി ഒരു കൂറ്റൻ കല്ലടർത്തി. ഈ അടർത്തിയ കല്ല് കുരിശിൻ്റെ രൂപത്തിലോട്ട് പണിതെടുത്തു. പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ കുരിശ് നേരെ നിർത്താൻ ആരെ കൊണ്ടും സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് നാട്ടിലുള്ളവർ ആനയെ അന്വേഷിച്ചിറങ്ങി. അന്ന് മണർക്കാട് ഭാഗത്ത് ആനയൊന്നും ലഭിക്കാത്തതുകൊണ്ട് ആനയെ തേടി നാട്ടിലുള്ളവർ പുതുപ്പള്ളിയിലേക്ക് ഇറങ്ങി. എന്നാൽ പുതുപ്പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ കണ്ട കാഴ്ച, കുരിശ് നേരെ ഉയർന്ന് തൻ്റെ കുഴിയിൽ നിൽക്കുന്നു. ആ കുരിശിന് സമീപം ഒരു ആനയും തൻ്റെ കോടി അടിത്തറയിൽ സ്പർശിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതാണ് ഇന്ന് അറിയപ്പെടുന്ന മണർക്കാട് പള്ളിയുടെ ശിലാകുരിശിൻ്റെ ദിവ്യകഥ.